പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് സെപ്റ്റംബർ 24 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, അനുഗ്രഹത്തിന് അണിപ്രതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ എവിടെയായിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഇടത്ത് വസ്തുക്കൾ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിപ്പോൾ എടുക്കാവുന്നതാണ്. ഞാൻ നിനക്ക് 1 മിനിറ്റ് സമയം തരികയാണ്. ഈ നിമിഷത്തിനുള്ളിൽ നീ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് നീ കയ്യിലെടുക്കേണ്ട വസ്തുക്കൾ, ചിലപ്പോൾ പ്രമാണമാകാം, ചിലപ്പോൾ പറ്റുചീട്ടാകാം, ചിലപ്പോൾ പരീക്ഷ പേപ്പറാകാം, ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹോൾ ടിക്കറ്റുകളാകാം, എടുക്കും മക്കളെ. അല്ലെ നിനക്ക് പോകേണ്ട ഓരോ വീടിന് നമ്പർ ഇരിക്കേണ്ട സ്ഥലങ്ങളാകാം,
അല്ലെങ്കിൽ പുതിയ പാഠങ്ങൾ നേർത്ത് ചെറിയ വീടുകൾ വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കാം നിൻ്റെത്. അല്ലെങ്കിൽ നിന്റെ ഇന്റർവ്യൂവിൻ്റെ പേപ്പറാകാം, പേനയാകാം, അല്ലെങ്കിൽ നീ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആകാം. എടുക്കും മക്കളെ. കർത്താവേ, അങ്ങനെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാർ എടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനേക്ക് നളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം, മീറ്റിംഗ് ആകാം, അവിടെ ഉണ്ടാകുന്ന ക്രിറ്റിസിസം ആകാം, നിന്നുള്ള ചോദ്യം പറച്ചിലാകാം, എന്തും ആയിക്കൊള്ളേ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some holy priesthood, I bless and hallow you. ഇന്ന് ഒരു സാക്ഷ്യമുണ്ടായി. ഒരു മോള് പറയണത്, ഞാൻ കർത്താവിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുമ്പിട്ട് നിൽക്കാൻ നീ എന്നെ അനുവദിക്കരുത്. എന്നാ വർത്തവനാണ് ആൾക്കാർക്ക് പറഞ്ഞു കൂട്ടുന്നത്. ഇക്കാലമാണ് പാപം കൊണ്ട് ജനം ആ പെരുന്നാൾ നടത്തുന്ന ഒരു കാലത്ത് ഒരു ഉടമ്പടി ക്രിസ്ത്യാനി ദൈവത്തോട് പറയുന്ന പ്രാർത്ഥനക്ക് ഭയങ്കരമായ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പറയണത്? ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുനിച്ചിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരരുത്. അതാണ്. അത്രയും മനുഷ്യന്മാർ വിശുദ്ധമായിട്ട് ജീവിക്കുക. ഇപ്പം എല്ലാവരും വിചാരിക്കണേ എല്ലാവരും പറഞ്ഞു പരത്തണ മനുഷ്യൻ മുഴുവനും ഇങ്ങനെ പിഴയാണെന്ന്. അങ്ങനൊന്നുമല്ല. മനുഷ്യൻ മുഴുവനും പിഴയാണെന്ന് ഓരോ അണ്ണന്മാരും ഓരോരുത്തരെയും കുറിച്ച് നിങ്ങൾ ഇതുപോലെ ബ്രാൻഡ് ചെയ്യുമ്പോൾ ഓർക്കുക, ഈ ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കൂടി സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് ദൈവരാജ്യം അടിച്ചു മാറ്റുന്ന ഒത്തിരിയേറെ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട്. വിശുദ്ധിയുടെ അടിയൊഴുക്കുകൾ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണം ലോകം മുഴുവൻ പോക്കാണ്, അതിനെ കുരിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ. പക്ഷെ അല്ല, ഒരു സമൂഹം ഉണ്ട് ഇവിടെ. അവരെ പ്രതിയാണ് ദൈവം ലോകത്തെ തന്നെ സംരക്ഷിച്ചോണ്ട് പോണത്. വിലാപം 3:22. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇപ്പം എന്തെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായാലും ഈ വിശ്വസ്തത ഇങ്ങനെ വെള്ളത്തിന് മീതെ നിൽക്കും. അതാ ഉന്നതം എന്ന് പറയുന്നത്. വെറുതെ ഉന്നതം. ബൈബിളിൽ ഉന്നതം, കുന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലാപകാലത്ത് കയറി നിൽക്കാനുള്ള ഇടമാണ്. അവരെപ്പോഴും അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. കർത്താവിൻ്റെ പാറയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പാറ ഇങ്ങനെ കാഠിന്യമുള്ളതല്ലേ എന്ന് വിചാരിക്കും. പറവൻ്റെ ഹൃദയം പോലെയാണ് കർത്താവ്. അങ്ങനെയല്ല. പാറയെന്ന് പറയുമ്പോൾ ഞാൻ ആശ്രയിക്കുന്ന പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാലം വരുമ്പോഴും പട വരുമ്പോഴും മനുഷ്യൻ സംരക്ഷിക്കപ്പെടുന്നതും ഗുഹകൾ പോലെയുള്ള ഗുഹയും പാറയെന്ന് അവർ പറയണത്. സങ്കീർത്തനം 27:5. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. അപ്പം അത് ക്ലേശകാലമായാലും യുദ്ധകാലമായാലും വെള്ളപ്പൊക്കകാലമായാലും കർത്താവ് ഉയർന്ന പാറമേൽ നമ്മൾ നിർത്തും. കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയണതാണ്.